ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നിങ്ങൾ ആരെങ്കിലും KP കറുപ്പൻ എന്ന ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വില്ലുവണ്ടിയിൽ ഒരു സമരം പഠിച്ചായിരുന്നു. ആ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു നവോത്ഥാന കാലഘട്ടത്തെ പറ്റിയും പരിഷ്കാര കാലഘട്ടങ്ങളെപ്പറ്റി അല്ലേ? സാമൂഹിക പരിഷ്കരണം നടത്താൻ വേണ്ടിയിട്ട് അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അനീതികൾക്കൊക്കെ എതിരെ പ്രതികരിച്ചവരെ പറ്റി. അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹം ഒരേ സമയം കവിയും നാടകകൃത്തും കൂടിയായിരുന്നു. നാടകകൃത്ത് എന്ന് വെച്ചാൽ എന്താണ്? നാടകം എഴുതുന്ന ആൾ അല്ലേ? നാടകകൃത്തും കൂടിയായിരുന്നു. 1885 മെയ് 24 അദ്ദേഹം ജനിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെയുമൊക്കെ അദ്ദേഹം പൊരുതുകയുണ്ടായി. ജാതി കുമ്മി എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കൃതിയാണ്. ഓക്കെ, ഇദ്ദേഹത്തെ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ വിദ്വാൻ ബഹുമതിയും കൊച്ചി രാജാവ് കവിതിലകം ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു കവിത, ഒരു കാവ്യപേടകം എന്ന കാവ്യത്തിലെ കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിക്കുന്ന കവിതയുടെ പേരാണ് ആറ്റക്കിളി. എന്താണ്? ആറ്റക്കിളി. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആറ്റക്കിളി എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞു കിളി, അല്ലെങ്കിൽ ഈ മരത്തിൽ നിന്നൊക്കെ ഈ തൂങ്ങിക്കിടക്കുന്ന നാര് കൊണ്ടുണ്ടാക്കിയ കൂടുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആറ്റക്കിളി ഉണ്ടാക്കുന്ന കൂടുകൾ എത്ര ഭംഗിയായിട്ടാണല്ലേ അതുണ്ടാക്കുന്നത്? വെറും നാരുകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന കൂടുകൾ. അപ്പോൾ ഈ കൂടിൻ്റെ ഭംഗി കണ്ട് കവിയിൽ കവിത ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് എത്ര മനോഹരമായിട്ട് നാരുകൾ കൊണ്ട് മാത്രം എങ്ങനെയാണ് തൻ്റെ ചുണ്ടുകൾ ഉപയോഗിച്ച് ഒരു കിളി ഇത്രയും മനോഹരമായി കൂടുണ്ടാക്കുന്നത്? അതാണ് കവിയിൽ സംശയമുണ്ടാക്കുന്നത്. ഈ കിളി എവിടെ നിന്നായിരിക്കും ഈ മനോഹരമായ ശില്പവിദ്യ ഇല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള ഈ കഴിവ് എവിടെ നിന്നായിരിക്കും ഈ കിളിക്ക് ലഭിച്ചതെന്ന് ചിന്തിക്കുകയാണ് കവി. അതാണ് ആറ്റക്കിളി എന്ന കവിതയിൽ KP കറുപ്പൻ അല്ലെങ്കിൽ പണ്ഡിറ്റ് കറുപ്പൻ എന്നറിയപ്പെടുന്ന കവി എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കവിത നമുക്ക് പഠിച്ചു തുടങ്ങാം. കവിതയിൽ ഇത്രയാണ് പറയുന്നത്. ആറ്റക്കിളിയുടെ ആ കൂടുണ്ടാക്കുന്ന കണ്ടിട്ട് അതിൻ്റെ മനോഹരിതയെ പറ്റി, അതിൻ്റെ പ്രശസ്തി, ലോകം മുഴുവൻ ഈ ആറ്റക്കിളിയുടെ ഈ ശില്പവിദ്യ, ഈ കഴിവിനെ പറ്റിയുള്ള പ്രശസ്തി ലോകം മുഴുവൻ നിലനിൽക്കുകയാണെന്ന് ഓർത്ത് അഭിമാനം കൊള്ളുകയാണ് കവി. ഇത് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത തരത്തിൽ, ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ എങ്ങനെയാണ് ഇത്ര മനോഹരമായി കൂടുണ്ടാക്കുന്നതെന്ന് അത്ഭുതപ്പെടുന്ന കവിയെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ പാഠം നമുക്ക് കവിത വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ആ പാഠത്തിലെ കുറച്ച് പദങ്ങളുടെ അർത്ഥം നോക്കാം. ഒന്നാമത്തെ വാക്ക് നോക്കിക്കേ, അരുവിയാറ്റ്. എന്താണ് അരുവിയാറ്റെന്ന് പറഞ്ഞാൽ? അരുവിയുടെ തീരം, അരുവിയുടെ കര എന്നുള്ള അർത്ഥം. തീരം, കര. അരുവിയാറ്റ് അരുവിയുടെ കര. അടുത്ത വാക്ക് എന്താണ്? കേരം. കേരം തേങ്ങ. തരു വൃക്ഷം. അപ്പം കേരത്തിൻ്റെ തരു എന്താ പറഞ്ഞാൽ തേങ്ങ പിടിക്കുന്ന വൃക്ഷം ഏതാണ്? തെങ്ങ്. തുഞ്ചം അരിക് അറ്റം എന്നുള്ള കണ്ടോ? തുഞ്ചം എന്താണ് അർത്ഥം? അരിക് അറ്റം. നിരുപമം. എന്താണ് നിരുപമം? ഉപമിക്കാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ ഒന്നിനോടും ഒരു കണക്ക്, നമുക്കൊരു വില നൽകാൻ പറ്റുന്നതിനും അപ്പുറം. ഇപ്പം ഉപമിക്കാൻ കഴിയാത്ത, നിരുപമ ഭംഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപമിക്കാൻ കഴിയാത്ത ആദ്യ ഭംഗി അല്ലേ? ഒരു കൃത്യമായ വില നൽകാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ഭംഗി, ഉപമിക്കാൻ കഴിയാത്തതിനെയാണ് നിരുപമം എന്ന് പറയുന്നത്. ശോഭ ഭംഗി. പ്രിയം ഇഷ്ടം. പുകൾ പുകഴ്ച. പാര് ലോകം. പരത്തുക പ്രചരിപ്പിക്കുക. പരത്തുക പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ പ്രസിദ്ധമാക്കുക എന്നൊക്കെയുള്ള അർത്ഥം. നിരൂപിക്കുക ആലോചിക്കുക ചിന്തിക്കുക. നിരൂപിക്കുക ആലോചിക്കുക. മാതിരി. മാതിരി എന്ന് പറഞ്ഞാൽ മട്ട്, രീതി എന്നുള്ള അർത്ഥം. ഓക്കെ. പെരുമ പ്രശസ്തി. വിണ്ണ് ആകാശം. പെരുമാൾ തമ്പുരാൻ. വാഴുക പ്രശസ്തി നേടുക, പ്രസിദ്ധി നേടുക എന്നുള്ള അർത്ഥം.
വാഴ്ത്തുക, പ്രശംസിക്കുക. ഓക്കെ, കുറച്ചധികം പദങ്ങളുണ്ട്. നിങ്ങൾ ഈ പദങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഓരോ പദത്തിൻ്റെയും അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുക, നമുക്ക് കവിത വായിക്കാം. അപ്പം ആദ്യം പദങ്ങളുടെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നോക്കിക്കേ, ടെക്സ്റ്റ് നോക്കിക്കേ. പാഠം 17 ആറ്റക്കിളി. ആരാണ് എഴുതിയത്? KP കറുപ്പൻ. ഏത് കാവ്യത്തിൽ നിന്നുള്ളതാണ് ഈ ഭാഗം? കാവ്യ പേടകത്തിൽ നിന്നുള്ളൊരു ഭാഗമാണിതല്ലേ, ആറ്റക്കിളി. നോക്കിക്കേ. അരുവിയാറ്റിൻ്റെ തീരത്തിൽ കേരമാം തരുവിൻ കൂമ്പടിയോലതൻ തുഞ്ചത്തിൽ നിരുപമ ശോഭ തൂങ്ങിടു ആറ്റതൻ അരുമക്കൂടെനിക്കുൾപ്രിയം ചേർക്കുന്നു. എങ്ങനെയാണ് വായിക്കുന്നത്? അരുവിയാറ്റിൻ്റെ തീരത്തിൽ കേരമാം തരുവിൻ കൂമ്പടിയോലതൻ തുഞ്ചത്തിൽ നിരുപമ ശോഭം തൂങ്ങിടും ആറ്റതൻ അരുമക്കൂടെനിക്കുൾപ്രിയം ചേർക്കുന്നു. അരുവിയുടെ തീരത്ത്, അരുവിയുടെ കരയുടെ തീരത്തിൻ്റെ കേരമാം തരുവിൽ. കേരം എന്താണ്? തേങ്ങ അല്ലേ? അരുവിയുടെ തീരത്തിൽ നിൽക്കുന്ന തേങ്ങ പിടിക്കുന്ന തരു വൃക്ഷം ഏതാണ്? തെങ്ങ്. അപ്പം അരുവിയുടെ തീരത്തിൽ നിൽക്കുന്ന തെങ്ങിൻ്റെ കൂമ്പടിയോലതൻ തുഞ്ചത്ത്. കൂമ്പടിയോല നല്ല ഓല, അതിനെ പിടിച്ചു നിൽക്കുന്ന ഓല അല്ലേ? തെങ്ങ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അല്ലേ? ഓലയുടെ തുഞ്ചത്തിൽ. തുഞ്ചം എന്താണ് അർത്ഥം പറഞ്ഞത്? അറ്റം. തുഞ്ചത്തിൽ നിരുപമ ശോഭ തൂങ്ങിടും. നിരുപമ ശോഭ എന്താണ്? ഉപമിക്കാൻ കഴിയാത്ത ശോഭയുള്ളതല്ലേ? അപ്പം അതിഭംഗിയുള്ള, ഉപമിക്കാൻ കഴിയാത്ത ഭംഗിയോടെ തൂങ്ങിടും ആറ്റതൻ. കണ്ട, അത് പിരിച്ച് വായിക്കണേ. തൂങ്ങിടും ആറ്റതൻ എന്ന് വെച്ച് അതെങ്ങനെ പിരിച്ച് വായിക്കും? തൂങ്ങിടും ആറ്റതൻ അരുമക്കൂടെനിക്കുൾപ്രിയം ചേർക്കുന്നു. തൂങ്ങി ആടുന്ന ആറ്റക്കിളിയുടെ അരുമക്കൂട്, അതിൻ്റെ കൂടെ എനിക്ക് ഉൾപ്രിയം ചേർക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു, എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അല്ലേ? അപ്പം എന്താണ് കവി പറയുന്നത്? അരുവിയുടെ തീരത്തിൽ, അരുവിയാറ്റിൻ്റെ തീരത്തിൽ നിൽക്കുന്ന തെങ്ങിൻ്റെ ഓലയുടെ അറ്റത്ത് തൂങ്ങിയാടുന്ന ആറ്റക്കിളിയുടെ കൂടല്ലേ, ആ കൂടെൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു, എൻ്റെ മനസ്സിന് ഇഷ്ടം നൽകുന്നു. ഇനി എന്താണ് കവി പറയുന്നത് നോക്കിക്കേ. ഉളിയില്ലാതെ മുഴക്കോൽ തൊടാതെയും ലളിതമാം ചെറുചുണ്ടിൽ സഹായത്താൽ മിളിത ശോഭിക്കും ഈ കൂടൊന്ന് തീർത്ത ആറ്റക്കിളി. എങ്ങനെയാണ് പറയുന്നത് കവി? നോക്കിക്കേ. ഉളിയില്ലാതെ മുഴക്കോൽ തൊടാതെ. ഉളിയും മുഴക്കോലൊക്കെ എന്താണ്? ശില്പികളല്ലേ? നമ്മൾ മരത്തിലൊക്കെ പണിയെടുക്കുന്നവരെ കണ്ടിട്ടുണ്ടായിരിക്കും. തടിയൊക്കെ വെട്ടിച്ചെത്തിയാക്കി അതിനെ ഓരോ രൂപങ്ങളൊക്കെ ആക്കുന്നവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വീട് പണി നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? തടിയൊക്കെ രാഗി മിനുക്കും, ഉളിയൊക്കെ കൊണ്ട് അതിനെ വെട്ടി നേരെയാക്കുന്നവരൊക്കെ. അപ്പം അവരുപയോഗിക്കുന്ന, ആശാരികളൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണല്ലേ ഉളിയും മുഴക്കോലും. അപ്പോൾ ഇതൊന്നുമില്ലാതെ അവർ വീട് വയ്ക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ മേശ പണിയാൻ, കസേര പണിയാനൊക്കെ ആശാരിമാർക്കൊക്കെ ഉളിയുടെയും മുഴക്കോലിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ ലളിതമാം ചെറുചുണ്ടിൽ, ലളിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചെറു ചുണ്ടല്ലേ. ആറ്റക്കിളി എന്ന് പറഞ്ഞാലേ ചെറുതാണ്, വെറും ചെറിയ കിളിയാണ്. അതിൻ്റെ ചെറിയ ചുണ്ടിൽ, ആ ചുണ്ടിൻ്റെ സഹായത്താൽ, ആ ചുണ്ടുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നൊരു കൂട്, ശോഭിക്കും ഇക്കൂടൊന്ന് തീർത്ത ആറ്റക്കിളി. കണ്ടോ? ഒരു ഉളിയുടെയും മുഴക്കോലിൻ്റെയും സഹായമില്ലാതെ തൻ്റെ ചെറു ചുണ്ടുകൊണ്ടുണ്ടാക്കിയതാണ് എന്ത്? ആറ്റക്കിളിയുടെ കൂടല്ലേ. അതാണ് കവി പറയുന്നത്. അങ്ങനെ ആറ്റക്കിളി ഉണ്ടാക്കിയ ആ കൂട് തെങ്ങിൻ്റെ ഓലയുടെ അറ്റത്ത് നിന്ന് ആടുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഇഷ്ടം തോന്നുന്നു. ഇനി നോക്കിക്കേ, എന്താണ് പറയുന്നത്? നീ പൂമ്പുകൾ പാരിൽ പരത്തുന്നു. അങ്ങനെയുള്ള ആറ്റക്കിളി എങ്ങനെയുള്ളത്? ഉളിയും മുഴക്കോലും ഒന്നുമില്ലാതെ ചെറു ചുണ്ടിൻ്റെ സഹായത്തോടെ കൂട് തീർക്കുന്ന ആറ്റക്കിളി നീ പൂമ്പുകൾ പാരിൽ പരത്തുന്നു. പാരെന്താണ്? ലോകം അല്ലേ? ലോകത്തിൽ പരത്തുക, ലോകം മുഴുവൻ
പ്രചരിപ്പിക്കുന്നു. എന്ത്? പ്രശസ്തി, പുകഴ്ച. ലോകം മുഴുവൻ നിൻ്റെ പ്രശസ്തി പരത്തുകയാണ്, പ്രചരിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത്. ഓക്കെ. നിരൂപിക്കാൻ കൂടി വയ്യാത്ത മാതിരി അരുമക്കൂടൊന്നു നാരുകൊണ്ടുണ്ടാക്കി. നിരൂപിക്കുക, ചിന്തിക്കാൻ പോലും പറ്റാത്ത, അല്ലെ, ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അരുമക്കൂടൊന്നുണ്ടാക്കി. എങ്ങനെയാണ്? നാരുകൊണ്ട്. ഒരു ഉളിയുടെയും മുഴക്കോലിൻ്റെയും സഹായമില്ലാതെ നിൻ്റെ ചെറിയ ചുണ്ടിൽ നാരുകൾ കൊത്തിയെടുത്ത് നീ ഇത്രയും മനോഹരമായിട്ടൊരു കൂടുണ്ടാക്കുകയാണ്. അതാണെങ്കിലോ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല, എങ്ങനെ നിനക്കിത് സാധിക്കുന്നു എന്നല്ലേ? കവി അത്ഭുതപ്പെടുകയാണ് അവിടെ. എന്നിട്ട് കവി എന്താണ് പറയുന്നത് നോക്കിക്കേ. പെരുമ പാരിൽ പരത്തുവാൻ വിൺ തച്ച പെരുമാളോടോ പഠിച്ചതെൻ പൈങ്കിളി. ഇങ്ങനെ പെരുമ, നിൻ്റെ പ്രശസ്തി ഇങ്ങനെ പാരിൽ, ലോകത്തിൽ മുഴുവൻ പരത്താൻ വേണ്ടിയിട്ട്, ലോകം മുഴുവൻ പ്രശസ്തി, നിൻ്റെ പ്രശസ്തി ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കഴിവ്, ഈ നിൻ്റെ ചെറു ചുണ്ടുകൊണ്ട് ഇങ്ങനെ കൂടുണ്ടാക്കാനുള്ള ഈ കഴിവ് നീ ആരിൽ നിന്നാണ് പഠിച്ചത്? വിൺതച്ച പെരുമാളോട്, വിണ്ണിൻ്റെ തന്നെ തമ്പുരാനോടാണോ നീ ഈ കഴിവ് പഠിച്ചെടുത്തത് എന്ന് ചോദിക്കുകയാണ് കവി, അല്ലേ? കവി അത്രയ്ക്ക് അത്ഭുതപ്പെടുകയാണ്. ഇതെങ്ങനെയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ ലോകം മുഴുവൻ നിൻ്റെ പ്രശസ്തി പരത്താൻ വേണ്ടിയിട്ട് നീ വിൺതച്ച പെരുമാൾ, ആകാശത്തിൻ്റെ തമ്പുരാനോടാണോ നീ ഈ കഴിവ് പഠിച്ചത്? കടലിനപ്പുറം വാഴുന്നവൻ കൂടി കടന്നു വാഴ്ത്തിടും ശില്പമാം രത്നത്തെ. അപ്പോൾ എന്താ പറയുന്നത്? കടലിനപ്പുറം, ലോകത്തിൽ നമ്മുടെ കടലിനപ്പുറം, അക്കരെ നിന്ന് പോലും, ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ നിൻ്റെ പേരും പ്രശസ്തിയും അറിയുകയാണ്. അതെങ്ങനെയുള്ളവരാണ്? കടലിനപ്പുറം വാഴുന്നവൻ. വാഴുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധിയോടുകൂടി ജീവിക്കുന്നവൻ, പ്രശസ്തി ഉള്ളവൻ, അല്ലേ? അങ്ങനെ പ്രശസ്തിയോടുകൂടി ലോകം മുഴുവൻ അറിയപ്പെടുന്നവരൊക്കെ നിന്നെ പ്രഘോഷിക്കുകയാണ്, അല്ലേ? നിന്നെ പുകഴ്ത്തുകയാണ്. കടന്നു വാഴ്ത്തിടും, നിന്നെയാണ് വാഴ്ത്തുന്നത്, നിന്നെ പ്രശംസിക്കുകയാണ്. അപ്പം ലോകം മുഴുവൻ പ്രശംസിക്കുന്ന ആളുകൾ പോലും നിന്നെയാണ് പ്രശംസിക്കുന്നത്. ഇത്രയും മനോഹരമായ നിൻ്റെ കഴിവിനെ, ഉളിയും മുഴക്കോലും ഇല്ലാതെ ചെറു ചുണ്ടുകൊണ്ട് നാരുകൾ കൊത്തി നീ ഉണ്ടാക്കുന്ന ഈ മനോഹര കൂടിനെ, അല്ലേ? ഇത് നീ ആരിൽ നിന്നാണ് ഈ കഴിവ് പഠിച്ചത്? വിൺതച്ച പെരുമാളിൽ നിന്നാണോ എന്ന് കവി അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് കവി പറയുകയാണ്, കടലിനപ്പുറമുള്ളവർ പോലും, അതായത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളവർ പോലും നിന്നെ പ്രഘോഷിക്കുകയാണ്, നിന്നെ പ്രശംസിക്കുകയാണ്. അടയ്ക്ക പോലുള്ള നീയാം ചിമിഴിങ്കൽ അടച്ചു വെച്ചതാരോമലെ ചൊല്ലുമോ. അപ്പോൾ അടയ്ക്ക പോലെ, ഇത്ര ചെറുതായിട്ടുള്ള, വലിയൊരു പക്ഷിയൊന്നും അല്ലല്ലേ, ചെറിയ കുഞ്ഞി കിളിയാണ്. ഈ അടയ്ക്ക പോലുള്ള നീയാം ചിമിഴിങ്കൽ, ഇത്രയും ചെറിയ കിളിയാവുന്ന നിൻ്റെ ഉള്ളിൽ ആരാണ് ഇത്രയും വലിയ കഴിവ് അടച്ചു വെച്ചത്? എവിടെ നിന്നാണ് നിന്നിൽ ഇത്രയും വലിയ ഒരു കഴിവ് വന്നു ചേർന്നതെന്ന് ചൊല്ലാമോ, എനിക്ക് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് കവി അത്ഭുതപ്പെടുകയാണ്. അപ്പം ഒന്നുകൂടെ നോക്കിക്കേ കവിത. അരുവിയാറ്റിൻ്റെ തീരത്തിൽ കേരമാം തരുവിൻ കൂമ്പടിയോലതൻ തുഞ്ചത്തിൽ നിരുപമ ശോഭം തൂങ്ങിടുമാറ്റതൻ അരുമക്കൂടെനിക്കുൾപ്രിയം ചേർക്കുന്നു. ഉളിയില്ലാതെ മുഴക്കോൽ തൊടാതെയും ലളിതമാം ചെറുചുണ്ടിൻ സഹായത്താൽ മിളിതശോഭമീ കൂടൊന്നു തീർത്താറ്റക്കിളി നീ പൂമ്പുകൾ പാരിൽ പരത്തുന്നു. നിരൂപിക്കാൻ കൂടി വയ്യാത്ത മാതിരി അരുമക്കൂടൊന്നു നാരുകൊണ്ടുണ്ടാക്കി പെരുമ പാരിൽ പരത്തുവാൻ വിണ്ടച്ച പെരുമാളോടോ പഠിച്ചതെൻ പൈങ്കിളി. കടലിനപ്പുറം വാഴുന്നവൻ കൂടി കടന്നു വാഴ്ത്തിടും ശില്പമാം രത്നത്തെ. അടയ്ക്ക പോലുള്ള നീയാം ചിമിഴിങ്കൽ അടച്ചു വെച്ചതാരോമലെ ചൊല്ലുമോ. അപ്പോൾ നിൻ്റെ ഉള്ളിൽ ഇത്രയും മനോഹരമായ ഒരു കഴിവ്, ഉള്ളിയോ മുഴക്കോലോ ഒന്നുമില്ലാതെ ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ നിൻ്റെ ചെറു ചുണ്ടുകൊണ്ട് നാരുകൾ മാത്രം ഉപയോഗിച്ച് ഇത്രയും മനോഹരമായൊരു കൂടുണ്ടാക്കാൻ നിനക്ക് കഴിയുന്നത് എങ്ങനെയാണ്?
ആരിൽ നിന്നാണ് ഈ കഴിവ് നീ പഠിച്ചത്? അടയ്ക്ക പോലുള്ള ഇത്രയും ചെറുതായ നിൻ്റെ ഉള്ളിൽ ആരാണ് ഈ കഴിവ് അടച്ചു വച്ചിരിക്കുന്നതെന്ന് കവി അത്ഭുതപ്പെടുകയാണ്. ആരാണ് ഈ കവിത എഴുതിയത്? KP കറുപ്പൻ. KP കറുപ്പൻ്റെ കാവ്യപേടകം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് ആറ്റക്കിളി. ഓക്കെ, അപ്പം കവി വെറുതെ ഒരു കൂട് കണ്ടല്ലേ, ഒരു കിളിയുടെ കൂട് കണ്ടപ്പോൾ കവിയുടെ ഉള്ളിൽ വിരിഞ്ഞ അത്ഭുതവും സന്തോഷവുമാണ് ഈ കവിതയായിട്ട് തീരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രകൃതിയിൽ ചുറ്റുമുള്ള കിളികളെയോ പക്ഷികളെയോ അല്ലെങ്കിൽ മരങ്ങൾ, ചെറിയ പൂക്കളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതാൻ തോന്നാറുണ്ടോ? ഇനി മുതൽ നിങ്ങളും എഴുതുക. ചിലരിൽ ആ സമയത്ത് കവിത ഉണ്ടാകും, ചിലർക്ക് കഥ എഴുതാൻ തോന്നും. നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ എഴുതാനുള്ള ശീലം വർദ്ധിപ്പിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് വായിക്കണം. വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒത്തിരി എഴുതാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക. അതുകൂടാതെ തന്നെ കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളിൽ നിങ്ങൾ പറ്റുന്ന പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്ത് വായിക്കാൻ പഠിക്കുക. ഇപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാം നെറ്റിൽ അവൈലബിൾ ആണല്ലേ. എത്ര പുസ്തകങ്ങൾ വേണമെങ്കിലും നമുക്ക് PDF ഒക്കെ വായിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ കഥകളൊക്കെ എടുത്ത് വായിക്കുക, നിങ്ങളുടെ വായനാശീലം വളർത്തുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എഴുതാനും സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കവിത നന്നായിട്ട് വായിച്ച് പഠിക്കുക. കുറച്ച് കൂടുതൽ പദങ്ങളുടെ അർത്ഥം പഠിക്കാനുണ്ട്, അതും കൂടെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. നിങ്ങൾ എഴുതിയ കവിയെപ്പറ്റിയും പഠിക്കുക. എല്ലാ കവിതകളും 4 വരിയെങ്കിലും നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചിരിക്കണം. ടെക്സ്റ്റ് മുഴുവൻ നിങ്ങൾ വായിക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ മലയാളം നമ്മളുടെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.